പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് 8ാമത്തെ ദിവസമാണ്. നാം സഭയായി, ഒരു കൂട്ടായ്മയായി, ഒരു കുടുംബാനുഭവത്തിൽ പരിശുദ്ധ അമ്മയിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മെ തന്നെ ഉപരിവിശുദ്ധീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ദിനത്തിലെ ശുശ്രൂഷകളെ സ്വർഗം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഓരോ ദിവസവും ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഒരു ജപമാലയാണ് ചെല്ലേണ്ടത്. ജപമാലയുടെ 1ാമത്തെ രഹസ്യം അവിടെ ചെല്ലും. ബാക്കി നിങ്ങൾ സ്വകാര്യമായി കുടുംബമായി പൂർത്തിയാക്കണം. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 8ാം ദിവസം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ ധ്യാനിച്ചു. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്ത രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ.
പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിൻ്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള വചനം. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹമൊരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂലപാപങ്ങൾ നാം ധ്യാനിക്കുകയാണ്. അഹങ്കാരവും ദ്രവ്യാഗ്രഹവും ജഡീകാസക്തിയും കോപവും ഭോജനപ്രിയവുമെല്ലാം നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ആത്മശോധനയ്ക്ക് നാം വിധേയമാക്കി. നാം പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. സ്ഥിരമായി സ്ഥായിയായി വിശുദ്ധീകരണം നിലനിൽക്കുക എന്നുള്ളതാണ് നാം ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ മാത്രമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എപ്പോഴും ഇടം കണ്ടെത്താൻ നമുക്ക് സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ മൂലപാപം അസൂയ. അസൂയയുണ്ടാകുന്നത് എപ്പോഴാണ്? സ്നേഹം അസ്തമിക്കുമ്പോഴാണ്. സ്നേഹം അസൂയപ്പെടുന്നു.
നമ്മുടെ ആത്മീയത വിലയിരുത്തുന്നത് നാം എത്രമാത്രം സ്നേഹമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അസൂയ മാരകമായ ഒരു പാപമാണ്, നമ്മെ വല്ലാത്ത അപകടത്തിൽപ്പെടുത്തുന്നതാണ് എന്ന്. ഇത് അപരന്റെ ദുഃഖത്തിലുള്ള സന്തോഷം, അപരന്റെ സന്തോഷത്തിലുള്ള ദുഃഖം, ഇത് മനുഷ്യനിൽ മാത്രം കണ്ടെത്തുന്ന ഒന്നാണ്. അതെത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ സഹോദരങ്ങൾ, നാമൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, നാം എല്ലാം സഹോദരങ്ങളാണ്. മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അത് നമുക്ക് സന്തോഷ വിഷയമാണ് എന്ന് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, ആ സന്തോഷത്തിൽ ഭാഗവാക്കാകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരുടെ സന്തോഷം, അവരുടെ ജീവിതത്തിലെ വിജയം നമുക്ക് വേദനയ്ക്ക് കാരണമായി തീരും. ഒന്നാമതായി, സമന്മാരുടെ ഇടയിലാണ് അസൂയ തടിച്ചു കൊഴുക്കുന്നത്. രാജാവും പ്രജയും തമ്മിൽ അസൂയയില്ല. ഇത് സഹോദരങ്ങളായി ജീവിക്കുന്ന സമന്മാരുടെ ഇടയിലാണ് ഇത് തടിച്ചു കൊഴുക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കുക, കായേന്റെ മുഖം വാടിയത് എന്തുകൊണ്ടാണ്? ഹാബേൽ ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടു, സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ മുഖം കറക്കാനിടയായിത്തീരുന്നത്, ഹൃദയം മൂഢമായിത്തീരുന്നത് കൊണ്ടും ഹൃദയത്തിൽ നിന്ന് സന്തോഷം ചോർന്നു പോകുന്നത് കൊണ്ടുമാണ്. മറ്റുള്ളവരുടെ നന്മയിൽ, അവർ സ്വീകരിക്കുന്ന അനുഗ്രഹത്തിൽ നാം ദുഃഖിക്കാനിടയായിത്തീരുന്നു. ധൂർത്തപുത്രനിലെ മൂത്ത പുത്രൻ, അവൻ എന്തിനാണ് കോപിക്കുന്നത്? അവൻ എന്തിനാണ് അവന്റെ ഭവനത്തിന് പുറത്തു നിൽക്കുന്നത്? അവൻ എന്തുകൊണ്ടാണ് കൈ ചൂണ്ടുന്നത്? എന്തുകൊണ്ടാണ് അവൻ കയർക്കുന്നതും കലഹിക്കുന്നതും? അനുജനോടുള്ള അസൂയ കൊണ്ടാണ്. അനുജനെ സ്വന്തം സഹോദരനായി സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പൂർവ്വ ജോസഫിന്റെ സഹോദരന്മാർ എന്തുകൊണ്ടാണ് അവനെ കിണറ്റിലിട്ടത്? എന്തിനാണ് അവനെ വിറ്റുകളഞ്ഞത്? വ്യത്യസ്തമായ രീതിയിൽ ഇതുപോലെ സഹോദരി സഹോദരന്മാരെ ഒറ്റിക്കൊടുക്കുകയും വിറ്റുകളയുകയും ചെയ്യുന്ന, അവിടെ തൽപ്പേര് വിറ്റുകളയുന്ന, അവരുടെ ജീവിതം തകർത്തു കളയുന്ന എത്രയോ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും നാം ഇതുപോലെയുള്ള ബലഹീനതകളിൽ വീഴാറുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. അപ്പൊ സമന്മാരുടെ ഇടയിലാണ്, സഹോദരങ്ങളുടെ ഇടയിലാണ് ഇത് തടിച്ചു കൊഴുക്കുന്നത് എന്നാണ് ഒന്നാമതായി സൂചിപ്പിച്ചത്. രണ്ടാമതായി, അസൂയയെ നാം കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ അസൂയ നമ്മെ കീഴ്പ്പെടുത്തും. അതിലൂടെ നാം സാത്താന്റെ പിടിയിലകപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ ദിശ തെറ്റും. എല്ലാ കൃപാവരവും നമ്മിൽ നിന്ന് ചോർന്നു പോകാനിടയായിത്തീരും. വിദ്വേഷത്തിലൂടെ, വെറുപ്പിലൂടെ സാത്താൻ നമ്മിൽ അധിവസിക്കുകയും ചെയ്യും. ദൈവത്തെ ഈ ആലയത്തിൽ നിന്ന്, ഞാനാകുന്ന ദേവാലയത്തിൽ നിന്ന് ഇറക്കി വിടുന്നു എന്നുള്ള ആ ഒരു സത്യം പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കണം. മൂന്നാമതായി ഞാനിവിടെ സൂചിപ്പിച്ചു, അസൂയയ്ക്ക് കാരണമായി നിൽക്കുന്നത് മറ്റുള്ളവരിലെ നന്മയാണ്, മറ്റുള്ളവരിലെ തിന്മയല്ല. മറ്റുള്ളവരിലെ നന്മ അസൂയയ്ക്ക് കാരണമാക്കുന്നു. നാലാമത്, അസൂയയുടെ ഒരു സോഷ്യലിസം. ശരാശരിയിൽ കൂടുതൽ വളരാൻ ആരെയും അനുവദിക്കില്ല. അതിനപ്പുറത്തേക്ക് വളർന്നാൽ അവനെ വീഴ്ത്തുക, അതിനുവേണ്ടി ഏത് കുതന്ത്രം ഉപയോഗിക്കും. അവിടെ കാലുവാരാൻ തയ്യാറാകും.
അപവാദങ്ങൾ പ്രചരിപ്പിക്കാനിടയായിത്തീരും. എല്ലാവരും തുല്യരായിരുന്നാൽ ഒരു പക്ഷേ അവനെതിരെ ഇത്രമാത്രം ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല. അഞ്ചാമതായി അസൂയ പരിഹാസവും വിമർശനവുമായി പൊട്ടിവരും. ഒരുവന് നന്മയാണ് നിലനിൽക്കുന്നത്, പക്ഷേ അവനെ പരിഹസിക്കാനും അതിൻ്റെ പേരിൽ അവനെ വിമർശിക്കാനും ഇടയായിത്തീരുന്നു എന്ന്. ആറാമതായി അസൂയയുടെ രാക്ഷസീയത ആദർശ പ്രബുദ്ധതയുടെ പരിവേഷത്തിൽ വിമർശനമായി പുറത്തു വരും. പുറംപൂച്ചിൽ ഒരു പക്ഷെ പുറമേ നോക്കുമ്പോൾ നാം വിചാരിക്കും ഇതൊരു ആദർശ ധീരതയാണ്, ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വിചാരിക്കും. അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ നയിക്കുന്നത് സ്നേഹമല്ല, ഭാവാത്മകമായൊരു വിമർശനമല്ല, മറിച്ച് തകർത്തു കളയുന്നതിന് വേണ്ടിയുള്ള രാക്ഷസീയമായുള്ള ആ ഒരു പ്രവർത്തനമാണ് എന്ന്. ഏഴാമതായി നാം വായിച്ചു കേട്ടു, സ്നേഹം അസൂയപ്പെടുന്നില്ല, നമ്മിൽ നിന്ന് സ്നേഹം ചോർന്നു പോകുന്നു അസൂയയിലൂടെ. എട്ടാമതായി പലപ്പോഴും അപവാദം പറച്ചിലായി, കുറ്റം പറച്ചിലായി ഇത് പുറത്തു വരാൻ ഇടയായിത്തീരുന്നു. ഏഷണിയായി ഇത് പുറത്തു വരാൻ ഇടയായിത്തീരുന്നു. ഒൻപതാമത്, വളർത്തുന്നവൻ ദൈവമാണ് എന്ന് ഓർമ്മിക്കുന്നില്ല. എൻ്റെ സഹോദരന് ഐശ്വര്യമുണ്ടായി, നന്മയുണ്ടായി, വിജയമുണ്ടായി, ആരാണ്? ദൈവമാണ് അറിഞ്ഞു കണ്ട് നൽകുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എങ്കിൽ മറ്റുള്ളവരിൽ നന്മ നിറയുമ്പോൾ അതിൽ അസൂയപ്പെടുന്നത് ദൈവനിന്ദ കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവനിന്ദ കൂടിയാണ്, ദൈവമാണ് അവനെ വളർത്തുന്നത് എന്ന് നാം ഓർമ്മിക്കുന്നില്ല. പത്താമതായി പലപ്പോഴും നാം വിചാരിക്കും, എന്താണ് നാം പറയും, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, അസൂയയ്ക്ക് മരുന്നുണ്ട്. അസൂയയെ തടഞ്ഞു നിർത്താൻ മാർഗമുണ്ട്. എന്താണ്? നമ്മുടെ ഹൃദയം വിശുദ്ധീകരിച്ച് വിശാലമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിച്ച് വിശാലമാക്കുക എന്നുള്ളതാണ്. ആരെയും എൻ്റെ ഹൃദയത്തിന് പുറത്തു നിർത്തരുത്, ആരെയും എൻ്റെ ഹൃദയത്തിന് പുറത്തു നിർത്തരുത്, എല്ലാവരെയും എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അസൂയയ്ക്ക് പരിഹാരമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അമ്മ മകനോട് മകളോട് അസൂയപ്പെടുന്നില്ല. സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് അസൂയപ്പെടുന്നില്ല. അമ്മയ്ക്ക് മക്കളോട് അസൂയപ്പെടുക സാധ്യമല്ല. കാരണം അമ്മയുടെ ഹൃദയത്തിലാണ് ഈ മക്കൾ വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. ഈ ഒരു അനുഭവത്തിൽ മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. യാക്കോബ്, യോഹന്നാൻ അവര് സ്ഥാനമാനങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ പോലും അവർക്ക് അസൂയുണ്ടായി. അവർ രൂപാന്തരപ്പെട്ടത് എപ്പോഴാണ്? ഇത് മാനുഷികമായ മാർഗങ്ങളിലൂടെ അസൂയയെ കീഴ്പ്പെടുത്തുക സാധ്യമല്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് അസൂയയിൽ നിന്ന് അവർ മോചനം നേടി. അപ്പോൾ എന്താണ് മാർഗം? പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നാം ആഗ്രഹിക്കുക. സ്നേഹത്തിന്റെ ആത്മാവ് കൊണ്ട് നാം നിറയട്ടെ. രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ വാത്സല്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അമ്മയുടെ മക്കളാണ് നാം ഓരോരുത്തരും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നാം ഒന്നായി തീരുമ്പോഴാണ്. അമ്മയുടെ ഹൃദയത്തിൽ, വിമല ഹൃദയത്തിൽ നാം എല്ലാവരും പ്രവേശിക്കുമ്പോഴാണ്. അങ്ങനെ ഉപരിവിശുദ്ധീകരിക്കപ്പെടാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ അസൂയ എന്ന മാരകമായ ഈ പാപത്തിൽ നിന്ന് വിടുതൽ നേടാൻ നാം ബോധപൂർവം ശ്രമിക്കണം. ഏഴാമതായി മൂലഭാവത്തിൽ ഏഴാമത്തേത് അലസത, മടി. ഉത്സാഹമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം അധ്വാനിക്കാൻ തയ്യാറാവാതെ ജീവിക്കാൻ ശ്രമിക്കും.
അധ്വാനിക്കാൻ തയ്യാറാകാതെ ജീവിക്കാൻ ആഗ്രഹിക്കുക. സുഭാഷിതം 24 അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. അതിന്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം. ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും. അപ്പോൾ അലസനായിരിക്കുന്നവന്റെ ജീവിതത്തിൽ ആകമാനം മുള്ളുകൾ നാം പിഴുതു കളയുന്നില്ല. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ മുള്ളുകൾ വീഴും, അവ പിഴുതു കളയുന്നില്ല. കളകൾ മൂടിയിരിക്കുന്നു. കളകൾ മൂടിയിരിക്കുമ്പോൾ അവിടെ വിതയ്ക്കുന്ന വിത്ത് വളരുക സാധ്യമല്ല. കളകൾ നിറഞ്ഞ ഒരു ജീവിതം, മുള്ളുകൾ നിറഞ്ഞ ഒരു ജീവിതം, കൽഭിത്തി ഇടിഞ്ഞു പോയി പൊളിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏത് തിന്മയ്ക്കും കടന്നു വരാം. അലസന്റെ ആ ഭവനത്തിൽ ആർക്കും എന്തിനും കടന്നു വരാം. അതിന്റെ അർത്ഥം അലസനായിരിക്കുന്നവനിലേക്ക് തിന്മയുടെ എല്ലാ ശക്തികളും കടന്നു വരും. അലസന്റെ മനസ്സ് സാത്താന്റെ ആവാസ കേന്ദ്രമായി തീരുമെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. സംരക്ഷണത്തിന്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു, ശത്രുവിന് പ്രവേശിക്കാൻ ഇടം കൊടുക്കുന്നു. അലസന്റെ മനസ്സ് സാത്താന്റെ പണിപ്പുരയായി തീരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സുഹൃതങ്ങൾ വളരേണ്ടിടത്ത് തിന്മ വളരുന്ന ദയനീയമായ ഒരവസ്ഥ ഇതുവഴിയായി ഉണ്ടാകാനിടയായിത്തീരും. ഉത്സാഹത്തോടെ നാം അധ്വാനിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണ്. നമുക്ക് അമ്മയുടെ മടിത്തട്ടിൽ ഈ ഒരു ഉത്സാഹം നാം ആർജിക്കണം. അമ്മയുടെ അടുത്ത് നാം ഒന്നിച്ചു കൂടുമ്പോൾ, നാം എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ വിദൂരങ്ങളിലൊക്കെ വിദേശങ്ങളിലൊക്കെ ആയിരിക്കാം, പലതരത്തിലുള്ള മടുപ്പുമായി നാം നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അമ്മയുടെ സ്നേഹവും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സാമീപ്യവും ഒക്കെ നാം അനുഭവിച്ചു കഴിയുമ്പോൾ എൻ്റെ പഠനത്തെ സംബന്ധിച്ചായാലും എൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തെ സംബന്ധിച്ചായാലും പുതിയ ഒരു ഉത്സാഹം ഉണ്ടാകാൻ ഇടയായിത്തീരുന്നു. ആ ഒരു ഉത്സാഹം പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. അമ്മയുടെ മടിത്തട്ടിൽ എത്തുന്നവർക്കെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം ലഭിക്കാൻ ഇടയായിത്തീരുകയും ചെയ്യും എന്ന് നമുക്ക് ഓർമ്മിക്കാം. പ്രിയപ്പെട്ടവരെ, അസൂയയിൽ നിന്നും ഈ അലസതയിൽ നിന്നും വിടുതൽ നേടി അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി സാക്ഷികളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ധാരാളം പ്രവർത്തിക്കാനുണ്ട് ഈ മണ്ണിൽ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉത്സാഹത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. ദൈവരാജ്യത്തെ പടുത്തുയർത്താനുള്ള ആ ഒരു ഉത്സാഹം ആർജിക്കാൻ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. മറിയത്തിന്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്താനുകരണം പുസ്തകം 3 അധ്യായം 40. മനുഷ്യന് സ്വന്തമായി യാതൊരു നന്മയുമില്ല, യാതൊന്നിലും അവന് അഭിമാനിക്കാനുമില്ല. കർത്താവേ, അങ്ങ് മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്താണ്? മനുഷ്യസന്നിധിയിൽ അങ്ങയുടെ ശ്രദ്ധ പതിയുവാൻ അവൻ ആര്? അങ്ങേ ദിവ്യവരം മനുഷ്യനു നൽകാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? കർത്താവേ, അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഞാൻ എന്തിന് ആവലാതിപ്പെടുന്നു? ഞാൻ ചോദിക്കുന്നത് അങ്ങ് തരുന്നില്ലെങ്കിൽ എന്ത് അവകാശവാദമാണ് ന്യായമായി എനിക്ക് ചെയ്യാവുന്നത്? എനിക്ക് ചിന്തിക്കാവുന്നതും പറയാവുന്നതും ഇപ്രകാരമാണ്: കർത്താവേ, ഞാൻ ശൂന്യതയാണ്, എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിവില്ല. എന്നിൽ നന്മയായി യാതൊന്നുമില്ല. ഞാൻ സർവത്തിലും ന്യൂനതയുള്ളവനാണ്, സദാ ശൂന്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് എന്നെ തുണച്ച് ആധ്യാത്മികോപദേശം നൽകുന്നില്ലെങ്കിൽ ഞാൻ മന്ദനും പാപിയുമായി തീരും. കർത്താവേ, അങ്ങ് എന്നും ഒരുപോലെ തന്നെ. അങ്ങ് നിത്യനും സദാ നല്ലവനും നീതിമാനും പരിശുദ്ധനുമാകുന്നു. അങ്ങ് സർവവും നന്നായും നീതിയോടും പരിശുദ്ധിയോടും കൂടി നിർവഹിക്കുന്നു. സർവവും വിജ്ഞാനപൂർവ്വം പരിഹരിക്കുന്നു. മുന്നോട്ടു പോകുന്നതിനേക്കാൾ അധികമായി പിന്നോട്ടു പോകാനാണ് എനിക്ക് പ്രേരണ. ഒരേ സ്ഥിതിയിൽ ഞാൻ നിൽക്കുന്നില്ല. 7 കാലഭേദങ്ങൾ എന്നിലുണ്ടാകുന്നുണ്ടല്ലോ. എങ്കിലും അങ്ങ് കനിഞ്ഞ് സഹായഹസ്തം നീട്ടുകയാണെങ്കിൽ എൻ്റെ നില ഉടനടി ആശ്വാസകരമായി തീരും. എനിക്ക് എന്തെങ്കിലും വിജയമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉറവിടം അങ്ങാണ്. അങ്ങേക്ക് സ്തുതി. ഞാനോ എന്നാൽ മായയാണ്, അങ്ങയുടെ മുൻപിൽ ശൂന്യത മാത്രം, ദുർബലനും അസ്ഥിരനുമായ മനുഷ്യൻ.
എനിക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത്? ഞാൻ എന്തിന് പ്രശംസ അന്വേഷിക്കുന്നു? എൻ്റെ ശൂന്യതയെക്കുറിച്ചാണ് അഭിമാനിക്കുന്നതെങ്കിൽ അത് എത്രയും നിരർത്ഥകമാണ്. ദുരഭിമാനം തീർച്ചയായും ഒരു ദുർഘട വസന്തയാണ്, മഹാമായ തന്നെ. അത് യഥാർത്ഥ മഹത്വത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. സ്വർഗീയ വരങ്ങൾ നമ്മിൽ നിന്ന് എടുത്തുമാറ്റുകയും ചെയ്യുന്നു. തന്നിൽ തന്നെ സംതൃപ്തനായ മനുഷ്യൻ അങ്ങയെ വെറുപ്പിക്കുന്നു. മനുഷ്യരുടെ പ്രശംസകൾ ഒരുത്തൻ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ പുണ്യങ്ങൾ അവനിൽ നിന്ന് എടുത്തു നീക്കുന്നു. തന്നിൽ തന്നെ മഹത്വം തേടുന്നതല്ല, അങ്ങയിൽ മഹത്വം തേടുന്നതാണ് യഥാർത്ഥ മഹത്വവും പരിശുദ്ധമായ ആനന്ദവും. സ്വന്തം സുഹൃതങ്ങളിൽ ആനന്ദം കൊള്ളുന്നതിലല്ല, അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നതിലും അങ്ങയിലല്ലാതെ യാതൊരു സൃഷ്ടിയിലും സന്തോഷം തേടാതിരിക്കുന്നതിലുമാണ് പരിപാവനമായ ആനന്ദം. എൻ്റെ നാമമല്ല, അങ്ങയുടെ തിരുനാമം സ്തുതിക്കപ്പെടണം. എൻ്റെ പ്രവൃത്തികളല്ല, അങ്ങയുടെ പ്രവൃത്തികൾ പ്രകീർത്തിക്കപ്പെടണം. അങ്ങയുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മനുഷ്യരുടെ പ്രശംസകൾ എനിക്ക് ഒട്ടും വേണ്ട. അങ്ങ് എൻ്റെ മഹത്വവും ഹൃദയത്തിൻ്റെ ആനന്ദവുമാകുന്നു. അങ്ങയിൽ ഞാൻ ദിവസം മുഴുവൻ മഹത്വം തേടും, ആഹ്ലാദിച്ചാനന്ദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബലഹീനതകളിൽ ഞാൻ അഭിമാനം കൊള്ളും. മനുഷ്യരിൽ നിന്ന് ചിലർ മഹത്വം തേടുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് മാത്രം മഹത്വം അന്വേഷിക്കുന്നു. മാനുഷിക മഹത്വം അഖിലവും ലൗകിക ബഹുമാനങ്ങളും പ്രാപഞ്ചിക പ്രശസ്തിയും അങ്ങു നൽകുന്ന നിത്യമഹത്വത്തോടെ താരതമ്യപ്പെടുത്തുമ്പോൾ മായയും മൗഢ്യവുമാണ്. സത്യവും കാരുണ്യവുമായ എൻ്റെ ദൈവമേ, പരിശുദ്ധ ത്രിത്വമേ, അങ്ങേക്കു മാത്രം സ്തുതിയും ബഹുമാനവും ശക്തിയും ബഹുമാനവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നതിന് പരസ്നേഹം എത്ര കണ്ട് അനിവാര്യമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന ദൈവവചനം എൻ്റെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി സഹചരോടുള്ള എൻ്റെ മനോഭാവത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തണമേ. മറ്റുള്ളവരിലെ കുറവുകൾ അനുകമ്പാപൂർവം കാണാൻ എന്നെ സ്നേഹവാനാക്കണമേ. എന്നിൽ നിന്ന് അകന്നു പോയവരുമായുള്ള എൻ്റെ ബന്ധം വളർത്തി സുദൃഢമാക്കണമേ. നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹത്തിൽ എന്നെ അനുദിനം വളർത്തുകയും ചെയ്യണമേ. തിരുക്കുമാരൻ്റെ കഠിനയാതനയുടെ വേളയിൽ അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയ സ്ലീഹന്മാർക്ക് തുണയും സങ്കേതവും നൽകി അവരെ സ്നേഹിച്ച പരിശുദ്ധ മാതാവേ, അമ്മയെപ്പോലാകാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിക്കാനായി അമ്മ പ്രാർത്ഥിക്കണമേ. ഞാനും അമ്മയെപ്പോലെ എൻ്റെ ശത്രുക്കളുടെ ഗുണകാംക്ഷിയായി മാറട്ടെ. ആമേൻ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ജീവിതത്തെ ഈ ലോകാരൂപിയോട് ബന്ധിച്ചിടുന്ന അലസതയിൽ നിന്നും അസൂയയിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും മോചിതരായി തീരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖമാരുടെ കാവലും പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.